ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ചു കൊത്തി പൊട്ടിക്കണം പ്ലീസ്. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെസ്റ്റ് എഡ്മണ്ടൺ മോളിലാണ്. ആകെ കൂടെ കുറച്ച് ഫ്യൂ മോൾസേ ഉള്ളൂ നമ്മുടെ എഡ്മണ്ടൺ ആൽബർട്ടയിൽ. അതിലൊരു മോളാണിത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പം അമേരിക്കൻ ഈഗിളിന് 2-3 സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഇറങ്ങുവാണ്. വേറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ തേരപ്പര നടന്നപ്പോഴാണ് ഈ ടിസ്റ്റോ കേക്ക് കണ്ടത്. എൻ്റെ അമ്മോ, അടിപൊളി സംഭവമായിരുന്നു. മാംഗോ ആൻഡ് ഹേസൽനട്ട് ഫ്ലേവറായിരുന്നു വാങ്ങിച്ചത്. മാംഗോയുടെ ഈ ലെയേഴ്സ് നോക്കുക, അതിൻ്റെ അകത്ത് ഫുള്ള് ജെല്ലിയാണ്. ഒരു സ്വീറ്റ് ആൻഡ് സവർ ടേസ്റ്റ് ആയിരുന്നു. ഹേസൽനട്ടും നല്ല സ്വീറ്റ് ടേസ്റ്റ് ആയിരുന്നു. രണ്ടും അടിപൊളി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാംഗോ ആയിരുന്നു എല്ലാവർക്കും. It's so good guys. എന്തായാലും ഇവിടെ വരണം. It's a must try. നമ്മൾ എത്ര കഴിച്ചാലും it's not that sweet. അപ്പം ശേഖരിക്കത്തില്ല. I think that's the correct word. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വിശന്ന് വന്നപ്പോഴാണ് ഓൾഡ് സ്പെഗറ്റി ഫാക്ടറി എന്ന റെസ്റ്റോറൻറ്റിൽ കയറിയത്. ദിസ് ഇസ് ക്ലാം ചൗഡർ. അതിൻ്റെ കൂടെ കിട്ടിയതാണ് സാലഡ്. ക്ലാം ചൗഡർ വാസ് യമ്മി, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതെന്തായാലും കഴിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. അതിൻ്റെ കൂടെ ഇൻ ഹൗസ് ബേക്ക് ചെയ്ത ഒരു ബ്രെഡ് കിട്ടും. ഇവിടെ ചെന്ന് ഒരു ചായ കാപ്പി കുടിച്ചാൽ പോലും നമുക്ക് ഈ ബ്രെഡ് കിട്ടും. അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ വൈറ്റ് ഹെർബ്ഡ് ബട്ടർ. ഇട്ടത് നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ കുറച്ച് ഇൻറ്റീരിയേഴ്സാണ്. അടുത്ത ഡിഷ് ഓർഡർ ചെയ്തത് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റേക്ക് വിത്ത് സ്പെഗറ്റി ആയിരുന്നു. ഒന്നുമില്ല, ഉപ്പും കുരുമുളകും ഇട്ട ബീഫ്, അത്രയേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചത് സ്പെഗറ്റി വിത്ത് സീ ഫുഡ് ആൻഡ് ആൽഫ്രഡോ സോസ്. ഇത് വളരെ ആവറേജ് ആയിരുന്നു, അത്രയ്ക്ക് നല്ലതെന്ന് പറയാനൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാ കോമ്പോസിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ പിസ്ത മാംഗോ ചോക്ലേറ്റ് ഐസ്ക്രീം. ഇത് കഴിക്കാൻ പോലും വയറുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കാണാം.